സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ ഏത് ടോപ്പിക് വരെയാ പറഞ്ഞത്? റെസ്റ്റ് API മെത്തേഡ്സ് ഒക്കെ പറഞ്ഞില്ലേ? ഉം. സോപ്പ് API എന്താ, റെസ്റ്റ് API എന്താന്നൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നോ? ചെയ്തിരുന്നു. ചെയ്തത്. അതുവരെ ആയിരിക്കും പറഞ്ഞത്. ഉം. ഓ, ഇന്നലത്തെ നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് തരാവോ? എന്താടാ നോട്ട്സ് ഇന്നലത്തെ കാര്യായിട്ട് തിയറി നമ്മള് നോട്ട് പാഡിൽ എഴുതി പോവായിരുന്നു. റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. അത് ആ നോക്കാമോ ഒന്ന്? ഓക്കെ. നോക്കട്ടെ ഇതിനകത്ത് വല്ലതുണ്ടോ. കാര്യമായിട്ട് തിയറി ഒന്നും എഴുതിയില്ലായിരുന്നു. എഴുതിയത് ഞാൻ ചാറ്റിലിടാം. ഇത് മറ്റേ നോട്ട് പാഡ് പ്ലസ് പ്ലസിൽ ഞാൻ എഴുതിയതാണ്. അത് ഞാൻ ചാറ്റിലിടാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആ റെക്കോർഡഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങള് നമുക്ക് API ടെസ്റ്റിങ്ങിന് മുമ്പ് അറിഞ്ഞിരിക്കണം എന്ന് നോക്കാം. API ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പർപ്പസ് ഓഫ് API അറിഞ്ഞിരിക്കണം. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ള API ആണെന്ന് അറിഞ്ഞിരിക്കണം. എന്ത് കൈൻഡ് റിക്വസ്റ്റുകളൊക്കെ ഈ APIയിലോട്ട് സെൻഡ് ചെയ്യാം, എന്ത് കൈൻഡ് റെസ്പോൺസ് അതിൽ നിന്ന് കിട്ടും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ API ടെസ്റ്റിങ്ങിന് മുമ്പ് അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് അറിയേണ്ടത് രണ്ട് ടൈപ്പ് പ്രോട്ടോകോൾ ആണ്, HTTP യും HTTPS ഉം. ഇത് രണ്ടും പ്രോട്ടോകോൾസ് ആണ്. HTTP പ്രോട്ടോകോൾ യൂസ് ചെയ്ത് നമ്മൾ റിക്വസ്റ്റോ ഡാറ്റയോ സെൻഡ് ചെയ്യുമ്പോൾ ഡാറ്റ നമ്മൾ എങ്ങനെയാണോ സെൻഡ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഡാറ്റാബേസിലോട്ടോ അല്ലെങ്കിൽ തിരിച്ച് യൂസറിന്റെ അടുത്തോട്ടോ പാസ് ചെയ്യുക. ഡാറ്റ നമ്മൾ പാസ് ചെയ്യുന്ന കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഇനിയിപ്പോ നമ്മൾ HTTPS പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് സെർവറിൽ എത്തുമ്പോൾ അതിന് ഡിപ്ലിക്കേഷൻ നടക്കും. എന്നിട്ട് തിരിച്ചു വരുന്ന റെസ്പോൺസ് ഇതേപോലെ എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും വരിക. എന്നിട്ട് തിരിച്ചിവിടെ ക്ലയന്റിന്റെ അടുത്ത് എത്തുമ്പോൾ പിന്നെ ഡിപ്ലിക്കേഷൻ നടന്ന് നമുക്ക് റെസ്പോൺസ് റിസീവ് ചെയ്യും. അപ്പോൾ ഈ HTTPS എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആണ്. ഓക്കെ, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. URL എന്താണ്, URI എന്താണ്, ഡൊമൈൻ എന്താണ്, ക്ലാസ് പാരാമീറ്റർ എന്താണ്, ക്വറി പാരാമീറ്റർ എന്താണ്, ഇതൊക്കെ എന്താണെന്ന് അറിയണം. അതിന് നമുക്ക് ഞാനിവിടെ ഒരു ഡെമോ API സൈറ്റ് ആണ് എടുക്കുന്നത്, request.in എന്ന് പറഞ്ഞിട്ട്.
ഇതിനകത്തുനിന്ന് ഞാനൊരു URL കോപ്പി ചെയ്യാണ്. കംപ്ലീറ്റ് സാധനത്തിനെയാണ് നമ്മൾ URL അല്ലെങ്കിൽ URI എന്ന് പറയാ. ഈ URLും URIയും പാസ് ചെയ്തിട്ടാണ് ഇത് ഇത്രയും സംഭവം മൊത്തമാണ് എന്ത് URL. ഇതിന് നമ്മൾ URL എന്ന് പറയാം. ഇതില് ഈ API വരെ ഉള്ള സംഭവമില്ലേ, APIക്ക് മുമ്പ് ഈ ഡോട്ട് ഇൻ വരെ ഉള്ളതിനെ API പോട്ടെ, ഈ ഡോട്ട് ഇൻ വരെ ഉള്ളതിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും. ഹോസ്റ്റ് അല്ലെങ്കിൽ ഡൊമൈൻ എന്ന് പറയും. ഈ .com .in ഇതുവരെയുള്ള ഈ HTTPSന് നമ്മൾ പ്രോട്ടോകോൾ എന്നാണ് പറയാ. ഈ പ്രോട്ടോകോളും ഈ ഡൊമൈനും കൂടെ ചേർന്നതിന് നമ്മൾ ഹോസ്റ്റ് അല്ലെങ്കിൽ ഡൊമൈൻ എന്ന് പറയും. ഈ API ടു ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇവിടം വരെയുള്ള കളക്ഷൻസിന് വരെ നമ്മൾ പാത്ത് പാരാമീറ്റേഴ്സ് എന്ന് പറയും. പാത്ത് പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് സെർവേഴ്സിനെയാണ് നമ്മൾ പാത്ത് പാരാമീറ്റർ എന്ന് പറയാ. ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ളതിനെയാണ് നമ്മൾ ക്വറി പാരാമീറ്റർ എന്ന് പറയാം. ഈ ക്വറി പാരാമീറ്റർ ആണ് നമുക്ക് സെർവറിൽ നിന്ന് ഡാറ്റ ഫിൽട്ടർ ചെയ്ത് തരുന്നത്. ഇത് നമുക്ക് റിസോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ക്വറി പാരാമീറ്റർ. അപ്പോ ഈ .in.com വരെയുള്ളതിനെ ഹോസ്റ്റ് ഓർ ഡൊമൈനും, അല്ലാതെ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ മുമ്പ് വരെ ഉള്ളത് ലൈക്ക് API തൊട്ട് ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ മുമ്പ് വരെ ഉള്ളതിനെ പാത്ത് പാരാമീറ്റർ എന്ന് പറയും. പാത്ത് പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ഫോൾഡേഴ്സിനെയാണ് നമ്മൾ പാത്ത് പാരാമീറ്റർ എന്ന് പറയാ. ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ളതിനെ ക്വറി പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ ആണോ ഇത്? എങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയന്റ് HTTP റിക്വസ്റ്റും റിക്വസ്റ്റ് പേലോഡും ഈ URLന്റെ കൂടെ അയക്കും. URL അല്ലെങ്കിൽ URI, HTTP റിക്വസ്റ്റും, ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് പേലോഡൊക്കെ ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് പേലോഡും കൂടെ അയക്കും. എന്നിട്ട് ഇതിനൊക്കെ API എടുക്കും.
API ഇതിന് ഡാറ്റാബേസിലോട്ട് പാസ് ചെയ്യും. അവിടുന്ന് നമുക്ക് കറസ്പോണ്ടിങ് HTTP റെസ്പോൺസ് ജനറേറ്റ് ചെയ്യും. റെസ്പോൺസിന്റെ കൂടെ സ്റ്റാറ്റസ് കോഡും റെസ്പോൺസ് പേലോഡും മെസ്സേജസും എല്ലാം ഉണ്ടാവും. നമുക്ക് ഈ റെസ്പോൺസിന്റെ കൂടെ കിട്ടുന്ന ഈ സ്റ്റാറ്റസ് കോഡിനെ ഈ പേലോഡിനെയൊക്കെ വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ APIനെ ടെസ്റ്റ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് രണ്ട് പുതിയ വേർഡ് നമ്മൾ ഇതിന്റെ ഇടയിൽ പഠിച്ചു. പേലോഡ് എന്ന് പറഞ്ഞിട്ട്. പേലോഡ് എന്ന് വെച്ചാല് ഡാറ്റ എന്നാണ് ആക്ച്വലി അർത്ഥം. രണ്ട് ടൈപ്പ് ഓഫ് പേലോഡ് ഉണ്ട്. റിക്വസ്റ്റ് പേലോഡും ഉണ്ട്, റെസ്പോൺസ് പേലോഡും ഉണ്ട്. ഇതില് റിക്വസ്റ്റ് പേലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല, ജസ്റ്റ് ഡാറ്റ. രണ്ട് ടൈപ്പ് ഉണ്ട്. റിക്വസ്റ്റ് പേലോഡും ഉണ്ട്, റെസ്പോൺസ് പേലോഡും ഉണ്ട്. ഇതില് നമ്മളിപ്പോ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാണെന്ന് വിചാരിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ലൈക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏതാണ് ഡെസ്റ്റിനേഷൻ, എവിടെ നിന്നാണ് പോകുന്നത്, ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ HTTP റിക്വസ്റ്റിന്റെ കൂടെ പാസ് ചെയ്തില്ലേ, അതിനെയാണ് റിക്വസ്റ്റ് പേലോഡ് എന്ന് പറയാം. തിരിച്ച് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഒരു API ഒരു റെസ്പോൺസ് തരത്തില്ലേ, ഫ്ലൈറ്റ് ടൈം ഇതാണ്, ഇതാണ് ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ. അതാണ് റെസ്പോൺസ് പേലോഡ്. നമുക്ക് റിക്വസ്റ്റിന്റെ കൂടെ നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റേനെ റിക്വസ്റ്റ് പേലോഡ് എന്നും തിരിച്ചു വരുന്ന റെസ്പോൺസിന്റെ കൂടെ കിട്ടുന്ന ഡാറ്റേനെ റെസ്പോൺസ് പേലോഡ് എന്നും നമ്മൾ പറയും. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് തിയറിയിൽ ആവശ്യമുള്ളൂ. URL എന്താണ്, ക്വറി പാരാമീറ്റർ എന്താണ്, പാത്ത് പാരാമീറ്റർ എന്താണ്, പേലോഡ്സ് എന്താണ്, HTTP HTTPS, പിന്നെന്താ ടൈപ്സ് ഓഫ് API എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം നമുക്ക് നോക്കിയാൽ മതി. നമുക്ക് HTTPS റിക്വസ്റ്റ് പാസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ വെറുതെ കയറാണെന്ന് വിചാരിക്കാം. കണ്ടോ, HTTPS maps.google. അപ്പൊ ഇതൊരു എൻക്രിപ്റ്റഡ് ഡാറ്റ. ഇത് കുറച്ചും കൂടെ സേഫ് ആണ് HTTPനെക്കാട്ടും. കാരണം HTTP ത്രൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, URL കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അങ്ങനെ തന്നെ പാസ്സാവും. HTTPS ആണെങ്കിൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് ഡാറ്റ പാസ് ആവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്തോട്ട് കിടക്കാം, ചെയ്ത് തുടങ്ങാം. അപ്പൊ മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, APIയുടെ മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ്മാൻ ആണ് എടുക്കുന്നത്. പോസ്റ്റ്മാൻ എന്റെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടി വരും. ആരാ സ്ക്രീൻ ഷെയർ ചെയ്യാം? ആണാവോ? ഒരു സെക്കൻഡ്. ഉം. യെസ്, കാണാം. പോസ്റ്റ്മാൻ ഡൗൺലോഡിന് കൊടുക്കുക. പോസ്റ്റ്മാൻ ഉണ്ടോ ആരുടെയെങ്കിലും കമ്പ്യൂട്ടറിൽ ഓൾറെഡി? ഇല്ല. ഈ
പോസ്റ്റ്മാൻ ആക്ച്വലി നമുക്ക് ഡെസ്ക്ടോപ്പിലും ചെയ്യാം, ഡെസ്ക്ടോപ്പിലും ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലാതെ പോസ്റ്റ്മാന്റെ വെബ് വേർഷനും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും UI ഒക്കെ സെയിം ആണ്. മറ്റേത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ത്രൂ കയറാം. വെബിൽ കൂടെ ആണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ലോഗിൻ ചെയ്ത് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ ഒരു വ്യത്യാസം. ഡൗൺലോഡ് പോസ്റ്റ്മാൻ കൊടുത്തോ? വിൻഡോസ് ആണോ പ്രവീണയുടെ? അതെ അതെ. അപ്പൊ വിൻഡോസ് X64 ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക. ഉം. ചിലവർക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ആവും, അല്ലാത്തവർക്ക് ഇതേപോലെ ഇമെയിൽ ID അടിച്ചു കൊടുക്കാൻ വരും. മെയിൽ ID അടിച്ചു കൊടുക്കുക, മെയിൽ IDയിലോട്ട് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വരും, അത് ത്രൂ ഡൗൺലോഡ് ചെയ്യാം. ഉം. എല്ലാവരും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണേ. പോസ്റ്റ്മാൻ ഡൗൺലോഡ് ബ്രൗസറിൽ കയറിയിട്ട് കൊടുക്കുക, ഫസ്റ്റ് വരുന്ന സൈറ്റിൽ കയറാം. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് X64 ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ചിലവർക്ക് മെയിൽ ID കൊടുക്കാൻ പറഞ്ഞു വരും. അങ്ങനെ വരുന്നവരാണെങ്കിൽ മെയിൽ ID കൊടുക്കുക, ഇൻബോക്സിൽ പോയിട്ട് ലിങ്ക് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഒരെണ്ണം ഒന്ന് ക്ലോസ് ചെയ്യട്ടെ, രണ്ടു വട്ടം ക്ലോസ് ആവുന്നുണ്ട്. ചെയ്തോ. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാമോ? മാക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ എല്ലാവരും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഓപ്പൺ ആയില്ല? ഓപ്പൺ ആവുന്നു. ഇത് മെയിൽ ID കൊടുത്തല്ലേ? കറക്റ്റാ. ക്രിയേറ്റ് പ്രീ അക്കൗണ്ട് ചെയ്തോ ഇത് കഴിഞ്ഞിട്ട്. താഴെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ടോ നോക്കിക്കേ. സൈനപ്പ് വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. ഈ സൈനപ്പ് വിത്ത് ഗൂഗിൾ എടുക്കുമ്പോ എങ്ങനെയാ പ്രവീണയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന് കിട്ടിയത്? ഗൂഗിൾ ആപ്പ്. വെരി ഗുഡ്. കണ്ടിന്യൂ കേട്ടോ. ഓപ്പൺ കൊടുത്തോ. ഹലോ കൊടുത്തോ. ഇത് കൊടുത്തോ, കണക്ട് ചെയ്യണോ? ഇതെന്താണ്? What is the best step?
അതിന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കണം. ടെസ്റ്റ് API കൊടുത്തോ. QA ഒരു ടെസ്റ്റ് എഞ്ചിനീയർ കൊടുത്തോ. ആ ടീം ഇഷ്ടമുള്ള കൊടുത്തോ. 1 മെമ്പർ കൊടുത്തോ. Get started with AI കൊടുത്തേ. അല്ലേടാ താഴെ. അല്ല ഹലോ പറഞ്ഞോ. ഈ ഡു യു ഹാവ് എ ജിറ്റ് റെപ്പോ ടു കണക്ട് എന്ന് പറയുന്നതിന് യെസ് നോ ആണ് ഏതാ കൊടുക്കണ്ടേ? എന്തായാലും കേട്ടില്ല. മറ്റേ ഗിറ്റ് റെപ്പോയുമായിട്ട് കണക്ട് ചെയ്യണോ വേണ്ടിയോ എന്ന് ചോദിച്ചു വരുന്നതിന് ഇത് കൊടുത്തോ. GitHub ആയിട്ട് ഇപ്പൊ തൽക്കാലം കണക്ട് ചെയ്യണ്ട. Tell me what you want to build, explore and get generated. എന്തെങ്കിലും ജനറേറ്റ് റിക്വസ്റ്റ് എന്തെങ്കിലും കൊടുത്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് AI കൊടുത്തോ. എന്ന് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യൻ? ടെസ്റ്റ് APIs കൊടുക്കുന്നു. ഇതൊന്നും ഇല്ലായിരുന്നു നേരത്തെ. ഇതിൽ കുറച്ച് അല്ലാത്തതൊക്കെ വന്നേക്കുന്നല്ലോ. എന്താ ഈ വന്നേക്കണേ. അല്ല ഓപ്ഷൻ ഒക്കെ ചോദിച്ചേക്കുന്നത് ബിൽഡ് അതൊക്കെ API ഇഷ്ടമുള്ള കൊടുത്താൽ ടെസ്റ്റ്. മതി. ഇഷ്ടമുള്ള കൊടുത്താൽ മതി. ഇപ്പൊ എന്താ പ്രോബ്ലം ഇല്ല. ഓപ്ഷൻസ് വന്നേക്കുന്നേ. അതിൽ ബിൽഡ് APIs ഉണ്ട്, ടെസ്റ്റ് API ഉണ്ട്, ഇന്റഗ്രേറ്റഡ് API, ടെസ്റ്റ് API ലിങ്ക്ഡ് എടുത്തോ. ടെസ്റ്റ് API. സെലക്ട് റോള് വരുന്നത് QA കൊടുത്തോ. QA ടെസ്റ്റ് എഞ്ചിനീയർ. ടീമിന്റെ സൈസ് ഒക്കെ പറയുന്നത് ടീമിന്റെ സൈസ് 1 മെമ്പർ കൊടുത്തോ. പിന്നെ അതിനകത്ത് റിക്വസ്റ്റ് ടൈപ്പ് ചെയ്തെടുക്കാൻ പറയുന്നത് എന്ത് വരുന്നത് അവിടെ ചെയ്യണ്ടേ? എന്തെങ്കിലും മറ്റേ ടെസ്റ്റ് API എന്നോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജനറേറ്റ് വിത്ത് AI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വരും. സെറ്റായോ. ടെസ്റ്റ് API എന്ന് എടുത്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് AI ആണോ? അതെ 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 അതെ. ഓക്കെ ആയില്ലേ എല്ലാവരുടെയും. ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് വന്നില്ലേ. ഇനിയിപ്പോ നമുക്ക് ഫസ്റ്റ് പോസ്റ്റ്മാൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് സാധനം വർക്ക് സ്പേസ് ആണ്. വർക്ക് സ്പേസ് ആണ് നമ്മൾ പോസ്റ്റ്മാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി എടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ഇതിനകത്ത് ഒരു റിക്വസ്റ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ വർക്ക് സ്പേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പോസ്റ്റ്മാന്റെ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഈ വർക്ക് സ്പേസിലാണ് പോയി സേവ് ആവാം. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ, ടെസ്റ്റ് കേസസ് എന്തൊക്കെ നമ്മൾ പോസ്റ്റ്മാന് ചെയ്യുന്നോ ആ ടാസ്കുകളൊക്കെ ഈ വർക്ക് സ്പേസിലാണ് പോയിട്ട് ക്രിയേറ്റ് ആവാം. നമ്മളൊരു വർക്ക് സ്പേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ത്രൂ ആണ് ഈ വർക്ക് സ്പേസ് ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് ആദ്യം വർക്ക് സ്പേസിന്റെ കുറച്ച് ഓപ്പറേഷൻ നോക്കാം. വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രവീണ PB വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് പൊക്കത്ത് കിടക്കുന്നുണ്ടോ. ആ താഴോട്ടൊന്നാക്കിയടാ. അതല്ലാതെ അതിന്റെ അതെ ഇതില് ക്രിയേറ്റ് കൊടുത്തേ സൈഡില്. സെർച്ചിലാണ്. സെർച്ചിലല്ല, ഇവിടെ സൈഡിൽ ക്രിയേറ്റ് ഉണ്ടോ. ആ വർക്ക് സ്പേസ് എഴുതിയേക്കുന്നവിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ക്രിയേറ്റ് കൊടുക്കുക. വർക്ക് സ്പേസിന് ഒരു പേര് കൊടുക്കുക. API ടെസ്റ്റിംഗ് എന്നോ എന്തോ API ടെസ്റ്റിംഗ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇതിനകത്ത് നേരത്തെ ഓപ്ഷൻ ഇപ്പൊ ഓൾറെഡി പോസ്റ്റ്മാൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പേഴ്സണൽ, ടീം, പബ്ലിക് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിലിപ്പോ ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെയർ APIs വിത്ത് യുവർ ടീം എന്നാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു റിയൽ ടൈം അല്ലെങ്കിൽ ഒരു ആക്ച്വൽ കമ്പനിയിലൊക്കെ നമ്മൾ മിക്കപ്പോഴും വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ APIs വിത്ത് ടീമാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഈ APIs. പബ്ലിക് ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. ടീം ആണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം, സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രം. നമുക്കിപ്പോ തൽക്കാലം ടീമോ അല്ലെങ്കിൽ പബ്ലിക്കോ കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങള്
ഇതേപോലെ ഫില്ല് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ നേരത്തെ സജഷൻ വന്നില്ലേ, എന്താ ഇങ്ങനെ ജോബ് റോൾ എന്തൊക്കെയാണെന്നൊക്കെ, അതേപോലത്തെ കുറച്ച് സജഷനും കൂടെ വരും തീമാണ് കൊടുക്കുന്നെങ്കിൽ. ഇനി താഴോട്ട് പോയിട്ട് ക്രിയേറ്റ് വർക്ക് സ്പേസ് കൊടുക്കാം. ഇപ്പൊ എന്തായി, വർക്ക് സ്പേസ് ക്രിയേറ്റ് ആയി. ഇനി ഈ വർക്ക് സ്പേസിന്റെ ആ നെയിമിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേ. API ടെസ്റ്റിംഗ് എഴുതി വെക്കുന്നിടത്ത്, വലുതായിട്ട് എഴുതി വെക്കുന്നിടത്ത്. അത് ഇനിയിപ്പോ റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് റീനെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, ഈ API ടെസ്റ്റിംഗിന്റെ അവിടെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തേ, ക്രിയേറ്റ് കൊടുത്തേ, ഒരു പേരും കൂടെ കൊടുക്ക്, ഡെമോന്നോ. ക്രിയേറ്റ് വർക്ക് സ്പേസ് കൊടുക്കും. ഇപ്പൊ നമുക്ക് 2 വർക്ക് സ്പേസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇനി ഡെമോ വേണ്ട, API ടെസ്റ്റിംഗ് വേണം എന്ന് വിചാരിക്കാം. API ടെസ്റ്റിംഗിന്റെ അകത്താണ് നമുക്ക് ഇനി കളക്ഷനും കാര്യങ്ങളൊക്കെ വരണ്ടേന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡെമോ മാറ്റിയിട്ട് വ്യൂ ഓൾ വർക്ക് സ്പേസസ് ഡെമോയിൽ ക്ലിക്ക് ചെയ്തേ, ഇവിടെ പൊക്കത്തെ ഡെമോയില്. അതല്ല, മുകളില് പ്രവീണ PB ടീം എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ അവിടുത്തെ ഡെമോയില് ക്ലിക്ക് ചെയ്യുക, വ്യൂ ഓൾ വർക്ക് സ്പേസസ് കൊടുക്കുക. താഴെ അതിനകത്തുനിന്ന് API ടെസ്റ്റിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ടിക്ക് ചെയ്താൽ മതി. അപ്പൊ API ടെസ്റ്റിംഗ് വന്നു. ഇനി നമുക്ക് അടുത്ത ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പോസ്റ്റ്മാനിലെ ഓപ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എല്ലാവരും വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞോ? ആരുടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടോ? ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടോ? നമ്മളിത് വ്യൂ ഓൾ വർക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ഈ API ടെസ്റ്റിംഗ് എഴുതിയേക്കുന്നതിന് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവോടാ പ്രവീണ, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തേ. കാണാമോ? വരുന്നുള്ളേ. ഇപ്പൊ എന്താ പ്രശ്നം? ഇതില് നമ്മൾ തിരിച്ച് ഡെമോയിലോട്ട് വരണോ? ഇതില് ക്ലിക്ക് ചെയ്യുവാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ API ടെസ്റ്റിംഗിലോട്ട് വരും. ഇപ്പൊ ഡെമോ വർക്ക് സ്പേസിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോ നമുക്ക് അടുത്ത നോക്കാനുള്ളത് കളക്ഷൻ എന്താന്ന് നോക്കാം. കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൾഡർ ആണ്. നമ്മുടെ ടെസ്റ്റ് കേസസും HTTP റിക്വസ്റ്റ് ഒക്കെ നമ്മൾ വർക്ക് സ്പേസിന്റെ ഉള്ളിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോൾഡർ ആണ് കളക്ഷൻ. നമുക്കൊരു വർക്ക് സ്പേസിന്റെ അകത്ത് n നമ്പർ ഓഫ് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് കളക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കളക്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, റീനെയിം ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, ഒരു കളക്ഷൻ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ഒരു കളക്ഷന്റെ അകത്ത് നമുക്ക് n നമ്പർ ഓഫ് HTTP റിക്വസ്റ്റ് കൊടുക്കാം. ഒരു വർക്ക് സ്പേസിന്റെ ഉള്ളിൽ n നമ്പർ ഓഫ് കളക്ഷൻസും കൊടുക്കാം. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ ജാവയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഒരു വർക്ക് സ്പേസ്. പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കളക്ഷൻ, ഓരോ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഓരോ HTTP റിക്വസ്റ്റുകൾ. നമുക്കൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് എൻറ്റിറ്റി ആണ് ഈ കളക്ഷൻ എന്ന് പറയുന്നത്. കളക്ഷന്റെ അകത്ത് നമ്മൾ കുറെ HTTP റിക്വസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, നമ്മൾ കളക്ഷൻ റൺ ചെയ്യുമ്പോൾ ഈ മൊത്തം HTTP റിക്വസ്റ്റും റൺ ആവും. എന്നുവെച്ചാൽ ഈ കളക്ഷനകത്തുള്ള എല്ലാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ കളക്ഷൻ റൺ ചെയ്താൽ മതി. കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചിലവർക്ക് ഈ ഫയൽ ഉണ്ടാവും, ഫയൽ ഉണ്ടെങ്കിൽ ഫയലില് ന്യൂ കളക്ഷൻ, അല്ലെങ്കിൽ ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ,
അത് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ ഒരു പുതിയ കളക്ഷൻ ക്രിയേറ്റ് ആയി. കളക്ഷൻ ഒരു പേര് കൊടുത്തേ. കളക്ഷൻ 1 എന്നോ. ഇനി നമുക്ക് അടുത്തൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് സിമ്പിൾ കണ്ടോ, ഈ 3 ഡോട്ട്സ് പൊക്കത്ത്, അതിന്റെ സൈഡിൽ ഒരു പ്ലസ് കണ്ടോ. ആ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ്മാനിലുള്ള കുറെ കോമ്പണന്റ്സ് കാണാൻ പറ്റും. ഇതില് നമുക്ക് താഴെ കണ്ടോ കളക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നേ. ആ കളക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൊടുത്തോ. എന്നിട്ട് ആ കളക്ഷന് ഒരു പേര് കൊടുത്തേ. കളക്ഷന് പേര് കൊടുത്തു. ഇനി നമുക്ക് കളക്ഷൻ 1 HTTP റിക്വസ്റ്റ് കൊടുത്ത് തുടങ്ങാം. ഇത് റീനെയിം ചെയ്യാൻ നമ്മൾ നോക്കി. ഇനി കളക്ഷൻ ഡിലീറ്റ് ചെയ്യാനും ഒന്ന് നോക്കിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. കളക്ഷൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളക്ഷന്റെ സൈഡില് ഒരു 3 ഡോട്ട്സ് ഉണ്ടാവും. അതെടുത്ത് അതിനകത്ത് റിക്വസ്റ്റ് ആഡ് ചെയ്യാനുണ്ട്, കളക്ഷൻ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഡിലീറ്റ് കൊടുത്താൽ ഡിലീറ്റ് ആവും. ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കളക്ഷൻ ഉണ്ടാക്കി അതിനകത്ത് ഒരു 10 HTTP റിക്വസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 2 റിക്വസ്റ്റും കൂടെ ടെസ്റ്റ് ചെയ്യണം. പക്ഷെ ചിലപ്പോൾ ആ റിക്വസ്റ്റ് നമുക്ക് വേണ്ടി വരില്ല. അപ്പൊ ഇപ്പൊ ഉള്ള കളക്ഷനെ നമുക്ക് ഓൾട്ടർ ചെയ്യണ്ട. ഇപ്പൊ ഉള്ളത് അങ്ങനെ നിന്നോട്ടെ. നമുക്ക് പുതിയൊരു കളക്ഷൻ ഉണ്ടാക്കി ആ കളക്ഷനിലുള്ളതൊക്കെ ഈ മറ്റേ പുതിയ ഉണ്ടാക്കിയ കളക്ഷനിലോട്ട് കോപ്പി ചെയ്തിട്ട് ഈ 2 റിക്വസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കളക്ഷന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക. അപ്പൊ ഈ കളക്ഷന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഈ റിക്വസ്റ്റുകളൊക്കെ ഇതിനകത്ത് വരും. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റിൽ നമുക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ബാക്കി റിക്വസ്റ്റുകൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം. നമ്മൾ കളക്ഷനും വർക്ക് സ്പേസും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റുകൾ കൊടുക്കാൻ പറ്റും. റിക്വസ്റ്റ് എന്തിനാ കൊടുക്കുന്നത്? നമുക്ക് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ എന്താ നമ്മൾ ഒരു API ത്രൂ ചെയ്യുന്നെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു റിക്വസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 4 റിക്വസ്റ്റ് പഠിച്ചു. ഗെറ്റ് റിക്വസ്റ്റ്, പോസ്റ്റ് റിക്വസ്റ്റ്, പുട്ട് റിക്വസ്റ്റ്, ഡിലീറ്റ് റിക്വസ്റ്റ്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. നമുക്ക് ഇതേപോലെ കുറെ റിക്വസ്റ്റുകൾ ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതില് ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഒരു റിസോഴ്സ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു റിസോഴ്സ് ഡാറ്റാബേസിൽ എൻ്റർ ചെയ്യാൻ പറ്റും. പോസ്റ്റ് കൊടുക്കുന്ന കേസ് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഈ ലോഗിൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും ക്രെഡൻഷ്യൽസും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയില്ലേ. അപ്പൊ ഡാറ്റാബേസിൽ പുതിയൊരു ഡാറ്റ പോയിട്ട് സ്റ്റോർ ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? പോസ്റ്റ് റിക്വസ്റ്റ് ആണ് കൊടുക്കുക. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ പേരും ഡീറ്റെയിൽസും മേൽവിലാസം ഒക്കെ കൊടുത്തു. അതിൽ ഇമെയിൽ ID നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇമെയിൽ ID മാത്രം. പക്ഷെ നമ്മൾ മൊത്തം ക്രെഡൻഷ്യൽസും ചേഞ്ച് ചെയ്തു, കൂടെ ഇമെയിൽ IDയും ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസോഴ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റിക്വസ്റ്റ് പുട്ട് റിക്വസ്റ്റ് ആണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റേനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിലീറ്റ്. ഇനി റെയർലി യൂസ് ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് ആണ് പാച്ച് റിക്വസ്റ്റ്. പാച്ച് റിക്വസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ദ റിസോഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇമെയിൽ ID മാത്രം നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണം ചെയ്തു നോക്കാം. ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമുക്ക് API ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഡെമോ API വെബ്സൈറ്റിൽ നിന്ന് URL എടുത്തിട്ട് നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. ഇതിൽ ആഡ് റിക്വസ്റ്റ് കൊടുത്തേ, അല്ലെങ്കിൽ സൈഡിൽ സെലക്ട് ചെയ്തിട്ട് 3 ഡോട്ട്സ് സെലക്ട് ചെയ്ത് റിക്വസ്റ്റ് എടുത്തേ, ആഡ് റിക്വസ്റ്റ് എടുത്തേ. ഇതിൽ ഈ ഗെറ്റിന്റെ ഇവിടെ
നമ്മൾ URL എൻ്റർ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, ആ റെസ്പോൺസ് വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ APIനെ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് APIയിലോട്ടുള്ള URL നമുക്കിപ്പോ സ്വന്തമായിട്ട് API ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ഡെമോ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് URL കൊടുക്കാം. ബ്രൗസറിൽ പോയിട്ട് request.in ഒന്ന് സെർച്ച് ചെയ്യാമോ? ഇങ്ങനെ കുറെ ഡെമോ APIs ഉണ്ട് കേട്ടോ. request.in അതന്നെ. റിക്വസ്റ്റ് അല്ലടാ, റിക്വസ്റ്റ് എന്നുള്ളൂ. യു ഇല്ലല്ലേ? REQR ആണ്. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ? REQRES.in. അത് ആ വെബ്സൈറ്റില് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇമെയിൽ ID ഒക്കെ കൊടുത്ത് കണ്ടിന്യൂ എടുത്തോ. കണ്ടിന്യൂ ചെയ്ത് കൊടുത്താ പോരെ? കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. അത് ക്ലോസ് ചെയ്തോ? ഇത് കോപ്പി ചെയ്യണോ? വേണ്ട, ക്ലോസ് ചെയ്തോ. നമുക്ക് അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ക്ലോസ് ചെയ്തു. API ടെസ്റ്റിംഗ് ആൻഡ് QA സെലക്ട് ചെയ്തോ. അതില് ട്രൈ യുവർ API കൊടുത്തടാ. ഇവിടെ അതന്നെ. ഇതിൽ നമുക്ക് ആദ്യം ഇതിനകത്തൊന്ന് കൊടുത്തു നോക്കാം, എന്നിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. നമുക്ക് എന്തൊക്കെ ഔട്ട്പുട്ടാണ് വരണത്, എന്തൊക്കെ റിക്വസ്റ്റ് നമുക്ക് APIയിൽ കൊടുക്കാം, എന്താണ് നമ്മുടെ APIയുടെ പർപ്പസ്, ഇതൊക്കെ നമുക്ക് ആദ്യം അറിഞ്ഞിരുന്നാലാണ് നമ്മുടെ API നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഇതൊക്കെ നമുക്ക് URL-ഉം എന്തൊക്കെയാണ് ഇതിന്റെ പർപ്പസ് എന്നൊക്കെ ഡെവലപ്പേഴ്സ് പറഞ്ഞുതരും. നമ്മൾ അതനുസരിച്ചാണ് നമ്മുടെ API നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ഈ ഫസ്റ്റ് ഗെറ്റ് ഇല്ലേ, ഫസ്റ്റ് ഗെറ്റ് ഒന്ന് സെലക്ട് ചെയ്തേ. ലിസ്റ്റ് റെക്കോർഡ്സില് ഇതില് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് പറഞ്ഞോ എന്താ ആതിര? API ടെസ്റ്റിംഗ് ആൻഡ് QA സെലക്ട് ചെയ്യാനാണോ പറഞ്ഞത്? അത് ഇഷ്ടമുള്ളത് എന്തെങ്കിലും സെലക്ട് ചെയ്താൽ മതി. QA സെലക്ട് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? അത് കഴിഞ്ഞിട്ട് എന്താ വന്നേക്കുന്നേ? എന്താടാ? ട്രൈ യുവർ API ബിൽഡ് യുവർ ഓൺ പ്രോജക്റ്റ്. ട്രൈ യുവർ API ആണോ? ട്രൈ യുവർ API കൊടുത്തോ. അപ്പൊ ഒരു URL വന്നു, അത് ക്ലോസ് ചെയ്തോ. അത് കോപ്പി ചെയ്യണോ? അത് ക്ലോസ് ചെയ്തോ. എന്നിട്ട് ഇപ്പൊ ഗെറ്റ് പോസ്റ്റ് പുട്ട് ഡിലീറ്റ് ഈ ഓപ്ഷൻസ് ഒക്കെ വന്നില്ലേ? ഗെറ്റ് ക്രിയേറ്റ് അപ്ഡേറ്റ് ഡിലീറ്റ് അതൊക്കെയാണോ? അതെ. പുട്ട് ഡിലീറ്റ്. ഇനിയിപ്പൊ നോക്കിക്കോ, ഇതിന്റെ അകത്ത് നോക്കിയിരുന്നോ. എന്നിട്ട് നമ്മള് ഈ ഗെറ്റിന്റെ അകത്ത് സെൻഡ് കൊടുത്തേ. ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന ID 32323 ഉള്ള റെക്കോർഡ്സ് എന്ന് പറഞ്ഞ പ്രൊജക്ടിന്റെ അകത്തുള്ള ഒരു ഫോൾഡറിലെ സംഭവം ഫെച്ച് ചെയ്തെടുക്കാനാ. സെൻഡ് ചെയ്തേ. ഓക്കെ, പ്രൊജക്ട് ID 32323 ഉള്ള സംഭവം നമുക്ക് കിട്ടി. അപ്പൊ എന്താ, നമ്മൾ കൊടുത്ത റിക്വസ്റ്റിന് ഒരു റെസ്പോൺസ് റിസീവ് ചെയ്തു. റെസ്പോൺസിന്റെ കൂടെ നമുക്ക് ഈ 200 ഓക്കെ വന്നു. പിന്നെന്താ, റെസ്പോൺസ് ഹെഡർ 2 അങ്ങനെയൊക്കെ എന്തൊക്കെയോ സാധനമൊക്കെ വന്നിട്ടില്ലേ. ഇതാണ് നമ്മുടെ റെസ്പോൺസ് പേലോഡ്. റെസ്പോൺസ് പേലോഡ് നമുക്ക് വന്നേക്കുന്ന ഈ ഡാറ്റ ID, കളക്ഷൻ ID ഇതൊക്കെ റെസ്പോൺസ് പേലോഡ് ആണ്. ഈ 200 ഓക്കെ എന്നൊക്കെ വന്നേക്കുന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ് കോഡ്. പിന്നെ നമുക്ക് കുക്കീസ് വരും, നമുക്ക് ഇതിന്റെ സൈസ് വരും, ടൈം
602 മില്ലി സെക്കൻഡ്സ് എടുത്തു എന്ന് പറഞ്ഞു വന്നു. ഇതൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടാണ് API ടെസ്റ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പോസ്റ്റ്മാനിൽ ഇതിട്ട് കൊടുക്കാം. ഇതില് ഗെറ്റ് റിക്വസ്റ്റില് നമ്മള് ക്വറി പാരാമീറ്റർ വരെ കൊടുത്താൽ മതി. റിക്വസ്റ്റ് പേലോഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഗെറ്റിന്റെ അകത്ത് നമ്മള് ഒരു സാധനം ഗെറ്റ് ചെയ്യാനാണ് പറയുന്നത്, അല്ലാതെ ഒന്നും പോയി ഡാറ്റാബേസിൽ പോയി സേവ് ചെയ്യാനോ ഓൾറെഡി ഉള്ള ഡാറ്റ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ പറഞ്ഞു കൊടുക്കാനോ ഒന്നുമില്ല. അപ്പൊ റിക്വസ്റ്റ് ഒന്നും നമ്മൾ റിക്വസ്റ്റ് പേലോഡ് ഒന്നും പാസ് ചെയ്യണ്ട. ഗെറ്റ് റിക്വസ്റ്റിൽ ജസ്റ്റ് നമ്മൾ URL മാത്രം പാസ് ചെയ്താൽ മതി. ഈ URL ഒന്ന് കോപ്പി ചെയ്തേ, വർക്കാവോന്നറിയില്ല. പോസ്റ്റ്മാൻ എടുക്കുക, കോപ്പി ഈ URLന്റെ അവിടെ അതുകൊണ്ട് പേസ്റ്റ് ചെയ്യാ, എന്നിട്ട് സെൻഡ് കൊടുത്തേ. Sing APIs requires for the endpoint authorization parallel token. അതെന്താന്നറിയോ, അതിപ്പോ ഈ നമ്മൾ ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ APIയുടെ ഇതല്ലേ എടുത്തത്. അപ്പോ അതിന് ഓതറൈസേഷൻ കൊടുക്കണം. അത് അവരുടെ സൈറ്റിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പോസ്റ്റ്മാൻ ത്രൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. പൊക്കത്തോട്ട് പോയടാ. ഇപ്പൊ ഏതെങ്കിലും സമയത്ത് നമുക്ക് ഇതേപോലെ ഓതറൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഗെറ്റിന്റെ കൂടെ ഓതറൈസേഷൻ ആയിട്ട് റിക്വസ്റ്റ് പേലോഡ് പാസ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ ജേസണിൽ നമ്മൾ എന്തെങ്കിലും ബോഡി പാസ് ചെയ്ത് കൊടുക്കണ കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മൾക്ക് പേരും ID ഒക്കെ പാസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ നെയിം ID ഡീറ്റെയിൽസ് ഒക്കെ പാസ് ചെയ്ത് കൊടുക്കത്തില്ലേ? അതിനെയാണ് റിക്വസ്റ്റ് പേലോഡ് എന്ന് പറയാം. തിരിച്ച് നമുക്ക് ഈ റിക്വസ്റ്റ് ഡോട്ട് API എടുത്തടാ, ആ ഡെമോ API എടുത്തേ. ഈ കിട്ടിയേക്കുന്ന സാധനല്ലേ, ഇതാണ് റെസ്പോൺസ് പേലോഡ്. റെസ്പോൺസ് പേലോഡും ഈ 200 OK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കോഡാണ്. ഈ സ്റ്റാറ്റസ് കോഡ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. 200 OK എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സക്സസ്ഫുൾ ആണെന്നാണ് അർത്ഥം. ഈ പോസ്റ്റ് ഒന്ന് എടുത്തേ. പോസ്റ്റ് എടുത്തിട്ട് നമ്മൾ റിക്വസ്റ്റ് ബോഡി പാസ് ചെയ്യണം. റിക്വസ്റ്റ് ബോഡിയാണ് ഇപ്പൊ താഴെ തന്നേക്കുന്നത്. നെയിം, പ്രൈസ്, കാറ്റഗറി, ഇൻ സ്റ്റോക്ക്, ട്രൂ, ഇതൊക്കെ ജെയ്സൺ ഫോർമാറ്റിലാണ് എഴുതിയേക്കുന്നത്. എപ്പോഴും നമ്മൾ റിക്വസ്റ്റ് ബോഡി റെസ്റ്റില് ജെയ്സൺ ഫോർമാറ്റിലായിരിക്കും പാസ് ചെയ്യുക. നമ്മൾ ഇത് നമ്മുടെ പോസ്റ്റ്മാനിലും എഴുതണം. പോസ്റ്റ്മാനിൽ എവിടെയാ റിക്വസ്റ്റ് ബോഡി എഴുതാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ URL ഒന്ന് കോപ്പി ചെയ്ത് ഇതെടുത്ത് പോസ്റ്റ്മാൻ എടുത്ത് ഇതില് URLന്റെ അവിടെ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തേ. ഗെറ്റ് ഇവിടെ നമുക്കൊരു ഓതറൈസേഷൻ ഉള്ള ഒരു ലിങ്ക് ആണ് കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയേനെ. ഇപ്പൊ ഓതറൈസേഷൻ അവർ പ്രൊവൈഡ് ചെയ്യൽ നിർത്തി തോന്നുന്നു, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാന്. ഈ ഗെറ്റ് മാറ്റിയിട്ട് പോസ്റ്റ് ആക്കുക. ഇനി ബോഡി എടുത്ത് ആ പാരാംസ് ഓതറൈസേഷൻ അതല്ലടാ, അത് ബോഡി കോപ്പി ചെയ്തോ. പാരാംസ് ഓതറൈസേഷൻ ബോഡി ഉണ്ടോ? ഈ ഓവർവ്യൂ, പാരാംസ് ഓതറൈസേഷൻ, ഹെഡേഴ്സ്, ബോഡി, സ്ക്രിപ്റ്റ്സ്, ടെക്സ്റ്റ്. ബോഡിയില് റോ എടുത്തേ. റോയില് താഴെ ജെയ്സൺ കണ്ടോ? ആ ജെയ്സൺ, ആ നീല കളറ്, അതിന് താഴോട്ട് പോയേ. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ജെയ്സൺ വേണോ, XML വേണോ, ജാവാ സ്ക്രിപ്റ്റിൽ കൊടുക്കണോ, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നമ്മളിപ്പോ ജെയ്സണിലാണ് റെസ്റ്റ് APIയിൽ നമ്മൾ കൊടുക്കുക. അപ്പൊ ജെയ്സൺ സെലക്ട് ചെയ്യുക. ജെയ്സൺ ഇപ്പൊ ഓൾറെഡി അവിടെ സെലക്ടഡ് ആണ്. എന്നിട്ട് നമ്മുടെ ബോഡി ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സെൻഡ് കൊടുക്കുക. ബോഡിയിൽ എന്താ എടുക്കണ്ടെന്ന് പറയൂ. ബോഡിന്ന് നമ്മൾ അവിടെ കണ്ട ഡാറ്റ, അതിനകത്ത് അതിന്റെ ഡാറ്റാബേസില് പറഞ്ഞോ. ഓ, ബോഡിന്ന് റോയിന്ന് ഈ GraphQL കഴിഞ്ഞിട്ട് ഒരു ജെയ്സൺ കണ്ടോ? ജെയ്സൺ അല്ലെങ്കിൽ ലാസ്റ്റ് കിടക്കുന്ന താഴോട്ടുള്ള ആരോ ഡ്രാഗ് ചെയ്തിട്ട് XMLഉം ജെയ്സണും ജാവാ സ്ക്രിപ്റ്റ് ഒക്കെ എടുക്കുന്നില്ലേ, അതിനകത്തുനിന്ന് ജെയ്സൺ എടുക്കുക, ഈ ഡാറ്റ കൊടുക്കുക, സെൻഡ് കൊടുക്കുക.
ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ഇനി ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊക്കത്തെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ഈ ഷെയറിന്റെ ഇവിടെ സേവ് റിക്വസ്റ്റ് കൊടുത്തേ. പോസ്റ്റ് ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് സേവ് ആയി. ഇനി ഈ ന്യൂ റിക്വസ്റ്റിന്റെ അവിടെ കണ്ടോ? ന്യൂ റിക്വസ്റ്റിന്റെ അവിടെ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അത് മാറ്റിയിട്ട് റിക്വസ്റ്റ് 1 എന്നോ പോസ്റ്റ് 1 എന്നോ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. നമുക്ക് അവിടെ റീനെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മളൊരു API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതും റെസ്പോൺസ് റിസീവ് ചെയ്യുന്നതും മാനുവലി. റെസ്പോൺസ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ബോഡി കണ്ടോ? ബോഡി എന്ന് പറഞ്ഞിട്ട് താഴെ ഇറർ മിസ്സിംഗ് API കീ കണ്ടോ? നമുക്ക് പ്രോപ്പർ ആയിട്ട് ഓതറൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടാത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് ബോഡി സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞ് വന്നേനെ. ഇതിനകത്ത് ഹെഡേഴ്സ് കണ്ടോ? ഒക്കെ തന്നെ ബോഡി, കുക്കീസ്, ഹെഡേഴ്സ്, ടെസ്റ്റ് റിസൾട്ട്സ്. അപ്പൊ ഇതാണ് നമ്മളുടെ ബോഡി. ബോഡിയിൽ സ്റ്റാറ്റസ് വന്നേക്കുന്ന 401 ആണ്. 401 അൺഓതറൈസ്ഡ് ആണ്. സ്റ്റാറ്റസ് കോഡ് വാലിഡേറ്റ് ചെയ്യും. കുക്കീസ് കണ്ടോ? കുക്കീസ് ചിലതിൽ മിക്കപ്പോഴും കുക്കീസ് വരും. കുക്കീസ് വാലിഡേറ്റ് ചെയ്യും. ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് കേസസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് റിസൾട്ട്സിന്റെ അവിടെ എന്തെങ്കിലും വരും, അത് വാലിഡേറ്റ് ചെയ്യും. എത്ര ടൈമിലാണ് വന്നേക്കുന്നത് അത് വാലിഡേറ്റ് ചെയ്യും. ഇങ്ങനെ ഇതൊക്കെ വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ API ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ റിക്വസ്റ്റ് ബോഡി വരും, ലൈക്ക് ഇപ്പൊ ഇന്നതാണ്, അല്ലെങ്കിൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ഡാറ്റ സേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി നമുക്ക് കാണാൻ പറ്റും. റിക്വസ്റ്റ് ബോഡി നമ്മൾ വാലിഡേറ്റ് ചെയ്യും. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തേക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ ഈ റിക്വസ്റ്റ് API വർക്ക് ചെയ്യുന്നില്ല. നാളെ ഞാൻ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും APIയുടെ URL നോക്കിയിട്ട് കൊണ്ടുവരാം. അതേപോലെയാണ്. എന്തായിരുന്നു? എന്താടാ? റെക്കോർഡിങ്സ് ഉണ്ട്. ഞാനത് ഗ്രൂപ്പിലിടാം. അപ്പൊ ശരി ഗൈസ്, താങ്ക് യു. ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഓക്കെ.